ഹലോ ഫ്രണ്ട്സ്, ബാർസലോണ വ്ലോഗിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബാരി ഗോത്തിക് എന്നറിയപ്പെടുന്ന ബാഴ്സലോണയുടെ ഗോത്തിക് ക്വാർട്ടറിന്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ. ഗോത്തിക് ക്വാർട്ടറിന് അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട്. ഇടുങ്ങിയ തെരുവുകൾ, ചതുരങ്ങൾ, മറഞ്ഞിരിക്കുന്ന മുറ്റങ്ങൾ, ആകർഷകമായ കഫേകൾ, ടപ്പാസ് ബാർസ്, വിചിത്രമായ ഷോപ്പുകൾ, രസകരമായ സ്ട്രീറ്റ് ആർട്സ്, എല്ലാ കോണിലും ഇവിടെ ഒരു വിസ്മയം ഒളിഞ്ഞിരിക്കുന്നു. ജനത്തിരക്കിൽ നിന്നും ട്രാഫിക്കിൽ നിന്നുമൊക്കെ നമ്മെ അകറ്റുന്ന വളരെ ഇടുങ്ങിയ സ്ട്രീറ്റ്സിലൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു. മധ്യകാലഘട്ടത്തിൽ ഗോത്തിക് ക്വാർട്ടർ ഒരു റോമൻ വില്ലേജ് ആയിരുന്നു. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ബാഴ്സലോണയിലെ ഗോത്തിക് ക്വാർട്ടർ 13 മുതൽ 15 നൂറ്റാണ്ടുകൾക്കിടയിലാണ് നിർമ്മിച്ചത്. വളരെ യുണീക്കായ മെഡീവൽ ആർക്കിടെക്ചർ പ്രകടമാക്കുന്ന ബിൽഡിംഗ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇതാണ് ദ ആർക്കൈവ് ഓഫ് ദ ക്രൗൺ ഓഫ് ആരഗോൺ. 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന മാരിടൈം എംപയർ ആയ ക്രൗൺ ഓഫ് അരഗോണുമായി ബന്ധപ്പെട്ട കുറെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഈ ബിൽഡിങ്ങിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ക്രിസ്റ്റഫർ കൊളംബസും ഇസബെല്ല രാജ്ഞിയും തമ്മിലുള്ള ഒരു കരാറിന്റെ ഏറ്റവും ആദ്യത്തെ കോപ്പി വരെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇസബെല്ല വൺ, ഫെർഡിനാൻഡ് ടു എന്നീ മൊണാർക്സിന്റെ സ്പോൺസർഷിപ്പിൽ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ 4 യാത്രകൾ നടത്തി. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള നേരിട്ടുള്ള ജലപാത കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ അതിനു പകരം അദ്ദേഹം അവസാനം അമേരിക്ക കണ്ടെത്തുകയും ചെയ്തു. പ്ലാസ ദെൽ റേ അല്ലെങ്കിൽ കിങ് സ്ക്വയറിലെ ഈ കാണുന്ന വാതിൽ കണ്ടു. ഒരു മുൻ രാജകൊട്ടാരത്തിലേക്കുള്ള ഈ നടുമുറ്റത്തെ പ്രവേശന കവാടം കൊളംബസ് പുതിയ ലോക പരിവേഷണം ചെയ്യാൻ കപ്പൽ കയറിയപ്പോൾ അതിന് കമ്മീഷൻ നൽകിയ ഇസബെല്ല രാജ്ഞി കടന്നു വന്ന വാതിലാണെന്ന് കരുതപ്പെടുന്നു. സ്ട്രീറ്റ് പെർഫോമേഴ്സ്, മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റ് എല്ലാമായി ഗോത്തിക് ക്വാർട്ടർ വളരെ സജീവമാണ്. ഇവിടുത്തെ ലോക്കൽ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇനിയും ഇവിടെ തിരിച്ചു വരണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പതിയെ അവിടുന്ന് തിരിച്ചു നടന്നു. ബാർസലോണയിലെ പ്രശസ്തമായ ലാ റാംബ്ല സ്ട്രീറ്റിലേക്കാണ് പിന്നെ ഞങ്ങൾ ചെന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ബാർസലോണയിലെ 2-ാം ദിവസവും കഴിഞ്ഞു. നമ്മൾ മോൺസെററ്റ് എന്ന മനോഹരമായ മലനിരയിലേക്കാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. അതിനു മുകളിൽ ഒരു മൊണാസ്ട്രി ഉണ്ട്. ഇതിനു പിന്നിലെ കഥകൾ നമുക്ക് തുടർന്ന് കാണാം. ബാർസലോണ സിറ്റിയിൽ നിന്നും 1 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ കഴിയും. കുറെ സ്പാനിഷ് ഗ്രാമകാഴ്ചകൾ പോകുന്ന വഴി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവസാനം അതിമനോഹരമായ മോൺസെറത്തിലെ മലനിരകൾ നമ്മൾ കണ്ടു തുടങ്ങി. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മോൺസെറാത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, നിഗൂഢതയിൽ പൊതിഞ്ഞ ഒരു പാറക്കെട്ട്. വരുന്ന കണ്ടോ, കേബിൾ കാർ. നമ്മുടെ കേബിൾ കാർ ആണ് വരുന്നത്. കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മോൺസെറാത്ത് മൗണ്ടൻസിന് താഴെയുള്ള അതിമനോഹരമായ വ്യൂസ് നമുക്ക് കാണുവാൻ കഴിയും. മോണിസ്ട്രോൾ ഗ്രാമവും ലോബ്രഗട്ട് നദിയും ഒക്കെ താഴെ നമുക്ക് കാണാം. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഏറിയത് മോണ്ടസെറത്ത്. നമ്മൾ നേരെ മോണ്ടസെറത്ത് അബിയിലോട്ട് ക്ലൈംബ് ചെയ്യാൻ പോവാണ്. ഇവിടെ ശരിക്കും ഒരു മൊണാസ്ട്രി ആണുള്ളത്. പക്ഷെ നമുക്ക് മൊണാസ്ട്രിയിൽ എൻട്രി ഇല്ല. നമുക്ക് അതിൻ്റെ ചുറ്റും നടന്ന് കാണാം. അതുപോലെ അവിടെ ഒരു ഫേമസ് ഒരു മഡോണയുണ്ട്. ഒത്തിരി ആൾക്കാർ ആ സ്റ്റാച്യു മഡോണയെ കാണാനായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് അതും കണ്ട് ഇവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഫാർ ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. കണ്ടോ,
ഈ മൗണ്ടൻ്റെ ഷേപ്പ് കണ്ടോ, സെറേറ്റഡ് മൗണ്ടൻസ് ആണ് കണ്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മോണ്ടസെറാത്തിന്. ആൻഡ് ദ വ്യൂ ഇസ് സ്പെക്ടാക്കുലർ. നമ്മൾ കേബിൾ കാറിൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു അല്ലേ. നമ്മൾ കേബിൾ കാറിൽ കൂടെ വന്നത്. ഇനിയിപ്പോൾ ഫണ്ണിക്കുലർ ട്രെയിൻ ഉണ്ട്. അത് വേണമെങ്കിൽ ദാറ്റ്സ് അനദർ ഓപ്ഷൻ. കേബിൾ കാർ ഇസ് വൺ ഓപ്ഷൻ, അല്ലെങ്കിൽ ഇതിൽ കൂടെയും പോവാം. പക്ഷെ നമ്മൾ ആദ്യം മേരിയദെ മോണ്ടസെറത്ത് എന്ന് പറയുന്ന ദേ കണ്ടോ ആ സ്റ്റോപ്പിൽ ചെന്നിട്ടാണ് യു ഹാവ് ടു ഓപ്ഷൻസ്, കേബിൾ കാർ അല്ലെങ്കിൽ ഈ റെയിൽ റാക്കിൽ കൂടെ നമുക്ക് പോകാം. ബട്ട് ഇറ്റ് വാസ് ഓൾ റൈറ്റ്. കേബിൾ കാർ റൺ നല്ലായിരുന്നല്ലേ റൈഡ്? ഒരു 5 മിനിറ്റേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് എ വെരി ഈസി ട്രിപ്പ്. നമ്മൾ ഒരു 1 hour പോയത് അറിഞ്ഞില്ല അല്ലേ. ഒട്ടും ക്ഷീണമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് എത്തി. രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫിനിഷ് ഓഫ് ഏർലി ആൻഡ് ഗോ. ഒരു യുണീക്ക് ആയിട്ടുള്ള മൗണ്ടൻ വ്യൂ അല്ലേ. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് മൗണ്ടൻ ഇതുവരെ കണ്ടിട്ടില്ല. പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ മൊണാസ്ട്രി സ്ഥാപിതമായത്. 1493 മോൺസെറാറ്റിൽ നിന്നുള്ള സന്യാസിമാരിൽ ഒരാൾ ക്രിസ്റ്റഫർ കൊളംബസിനോടൊപ്പം അമേരിക്കയിലേക്ക് ഒരു യാത്ര പോയപ്പോഴാണ് ഈ മൊണാസ്ട്രിയുടെ പേര് കൂടുതൽ പ്രചരിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയന്റെ സൈന്യം മോൺസെറാത്ത് നശിപ്പിച്ചു. വീണ്ടും 20-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് വാറിന്റെ കാലയളവിൽ സന്യാസിമാർ ആശ്രമം വിട്ടുപോകാൻ നിർബന്ധിതരായി. ആ യുദ്ധകാലത്ത് 23 സന്യാസിമാർ കൊല്ലപ്പെട്ടു. യുദ്ധാനന്തരം സന്യാസിമാർ മടങ്ങിയെത്തി ആശ്രമത്തിന്റെ പുനർനിർമ്മാണത്തിൽ തുടർന്നു. 1947 ബ്ലാക്ക് മഡോണയുടെ സിംഹാസനത്തിന്റെ ആഘോഷത്തിന് ശേഷം വളരെ ശക്തിയിലേക്ക് പോയ ഈ മൊണാസ്ട്രി 1982 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിച്ചു. ബസിലിക്ക പുനഃസ്ഥാപിക്കപ്പെട്ടു. കൂടാതെ എല്ലാ വർഷവും മോൺസെറാറ്റിൽ വരുന്ന ധാരാളം തീർത്ഥാടകരെ പരിപാലിക്കുന്നതിനായി ഈ മുഴുവൻ സമുച്ചയവും നിർമ്മിച്ചു. ഇന്ന് മോൺസെറാത്ത് ആശ്രമം സന്യാസ ജീവിതത്തിന്റെയും ആത്മീയതയുടെയും ഇടമായി തുടരുന്നു. മോൺസെറാത്തിൽ താമസിക്കുന്ന 70ഓളം വരുന്ന സന്യാസിമാർ ഈ സ്ഥലത്തിന്റെ ആത്മീയതയും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ബസിലിക്കയുടെ ഉള്ളിൽ കടക്കുമ്പോൾ ബ്ലാക്ക് മഡോണയെ കാണാൻ നീണ്ട ഒരു ക്യൂ കണ്ടു. നമ്മളും ആ ക്യൂവിൽ നിന്നു. പാരമ്പര്യമനുസരിച്ച് സഭയുടെ ആദ്യകാലങ്ങളിൽ മാതാവിന്റെ അത്ഭുതകരമായ രൂപം ബെത്ലേഹേമിൽ സെയിന്റ് ലൂക്ക് കൊത്തിയെടുത്തതായി കരുതപ്പെടുന്നു. ഈ പ്രതിമ ഒടുവിൽ ബാഴ്സലോണ ബിഷപ്പായ സെയിന്റ് ഏറ്റിറിയോയ്ക്ക് നൽകി. അദ്ദേഹം അത് സ്പെയിനിൽ കൊണ്ടുവന്നു. 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം 9-ാം നൂറ്റാണ്ടിൽ ബ്ലാക്ക് മഡോണയുടെ പ്രതിമ ഇവിടെ ഒരു ഗുഹയിൽ കണ്ടെത്തി. പർവ്വതത്തിൽ നിന്ന് വരുന്ന വിളക്കുകളും പാട്ടിന്റെ ശബ്ദവും കേട്ട ആശ്ചര്യപ്പെട്ട ഇടയന്മാർ സാന്റാക്രൂവ് എന്ന് ഇപ്പോൾ വിളിക്കുന്ന ഗുഹയിൽ കന്യകയുടെ രൂപം കണ്ടെത്തുകയായിരുന്നു. ആ രൂപം ഒരു ചെറിയ പള്ളിയിൽ കൊണ്ടുവന്നു. ആ ചെറിയ പള്ളി 1592 പൂർത്തിയായ ഇന്നത്തെ പള്ളിയായി വികസിച്ചു. ഒടുവിൽ ഒരു മൊണാസ്ട്രിയും അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. ബ്ലാക്ക് മഡോണയുടെ പല അത്ഭുതങ്ങളും നടന്നിരുന്ന ഈ മൊണാസ്ട്രി പെട്ടെന്ന് അവിടെ വികസിക്കുകയും ചെയ്തു.
കുറച്ചു നേരം ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ബ്ലാക്ക് മഡോണയുടെ ത്രോൺ റൂമിലേക്ക് കടക്കുകയാണ്. ബ്ലാക്ക് മഡോണ വെനീഷ്യൻ മൊസൈക്കിൽ പൊതിഞ്ഞ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. മാതാവിന്റെ കയ്യിൽ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഗോളം നമുക്ക് കാണാം. മാതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണിയേശു തന്റെ കയ്യിൽ നിത്യജീവന്റെ പ്രതീകമായ ഒരു പൈൻ കോൺ പിടിച്ചിരിക്കുന്നു. മറ്റേ കൈകൊണ്ട് നമുക്ക് അനുഗ്രഹം നൽകുന്നു. ബ്ലാക്ക് മഡോണ സ്റ്റാച്ചുവിന്റെ കൈ തൊടുമ്പോൾ മറ്റൊരു കൈ യേശുവിന്റെ മുന്നിൽ തൊടുന്നത് പാരമ്പര്യമാണ്. ഞങ്ങളും അത് തന്നെ ചെയ്തു. അത് വിസ്മയകരമായ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം നമ്മൾ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പള്ളിയിൽ ഇരിക്കുമ്പോൾ ഓൾട്ടറിന് മുകളിലായി നമുക്ക് ബ്ലാക്ക് മഡോണയെ കാണാൻ കഴിയും. മോൺസെറാത്തിലെ ലാ മോർനീറ്റ എന്ന് വിളിക്കപ്പെടുന്ന വെർജിൻ ഓഫ് മോൺസെറാത്ത് കാറ്റലോണിയയുടെ രക്ഷാധികാരിയുമാണ്. ബസിലിക്കയുടെ മുൻവശത്ത് ആകർഷകമായ ഒരു ഇന്റീരിയർ കോർട്ട്യാർഡ് ഉണ്ട്. അതിൽ 12 അപ്പോസ്തലന്മാരെയും യേശുവിനെയും നമുക്ക് കാണാം. മധ്യഭാഗത്ത് യേശു ക്രിസ്തു ഒരു വലിയ കുരിശ് പിടിച്ച് വലത് കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നതായി കാണിക്കും. മോൺസെറാത്തിലെ അതിമനോഹരമായ മൗണ്ടൻസിന്റെ നിഗൂഢതയും അവിടുത്തെ മൊണാസ്ട്രിയും ബ്ലാക്ക് മഡോണയുടെ ഡിവൈൻ പ്രസൻസും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് തരുന്നത്. എങ്ങനെയുണ്ട് സിനി സ്ഥലം? അടിപൊളിയല്ലേ? നല്ല. അതേ ഇവിടെ കണ്ട ഒരു ലാ ബൊത്തീഗ ഒരു ഷോപ്പാണിത്. ഇവിടെ വൈനും ഒക്കെ ഉണ്ട് കണ്ടോ അകത്ത്. നമുക്ക് വേണേ അകത്തോട്ടൊന്ന് കയറി കാണിക്കാം. അതുപോലെ ഇതിന് മേളിലോട്ട് ഫണ്ണിക്കുലർ ട്രെയിനും കാണുന്നുണ്ടല്ലോ. ആ ഉണ്ട്. അവിടോട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ആ ഇതില് വേറെ ഒത്തിരി ഹൈക്കിംഗ് പാത്സ് ഉണ്ട്. പല പല റൂട്ട്സ് നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. ഒത്തിരിയേറെ സീനിക് ബ്യൂട്ടിയുള്ള ഈ മൗണ്ടൻ ടോപ്പിലെ മൊണാസ്ട്രിയുടെ കാഴ്ചകൾ ഒന്നും കൂടി കണ്ട് നമ്മൾ കേബിൾ കാറിൽ കയറി വന്ന ട്രെയിൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു ചെന്നു. ബാർസലോണ നഗരത്തിൽ തിരിച്ചെത്തി. ഇനി ഏറെ കാഴ്ചകൾ വൈകിട്ട് നമുക്ക് കാണുവാനുണ്ട്. ഈ മെമ്മറബിൾ നൈറ്റ് വ്യൂസിനായി സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അതുവരെയും ബൈ.